ഞാൻ സൈലം SSC RRBയുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫാക്കൽറ്റിയാണ്. സോ നിങ്ങൾ പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്, SSC എക്സാമുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലികളും ജോലി സ്ഥാപനങ്ങളും കേരളത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് നമുക്ക് കോഴിക്കോട് മാത്രമുള്ള ചില സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകൾ നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുമ്പിലാണ്. SSC CGL CHSL MTS വഴി ക്ലിയർ ചെയ്ത് കയറുന്ന നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. CGL എക്സാം വഴി ക്ലിയർ ചെയ്യുന്ന ടാക്സ് അസിസ്റ്റന്റ്, ഓഫീസ് സൂപ്രണ്ടന്റ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, ഈ പോസ്റ്റുകളിലെല്ലാം വർക്ക് ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. CHSL വഴി ക്ലിയർ ചെയ്ത് കയറുന്ന ഒരുപാട് ക്ലറിക്കൽ പോസ്റ്റുകളിലുള്ള ഉദ്യോഗാർത്ഥികളും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. MTS വഴി കയറുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫായിട്ടും നിരവധി ഉദ്യോഗാർത്ഥികൾ കേരളത്തിലെ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന് അണ്ടറിൽ വരുന്ന സെൻട്രൽ എക്സൈസ്, GST, കസ്റ്റംസ് ഓഫീസാണിത്. SSC CGL എക്സാം വഴി കയറുന്ന സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, GST ഇൻസ്പെക്ടർ, കസ്റ്റംസിലെ തന്നെ പ്രിവന്റീവ് ഓഫീസർ തുടങ്ങിയ ജോലി സാധ്യതകളാണ് ഈ ഓഫീസിലുള്ളത്. 18 മുതൽ 32 വയസ്സ് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ എക്സാം എഴുതാം. ഇത്തരം ഓഫീസുകളിൽ ജോലി ഉറപ്പിക്കാം. ഇത് കോഴിക്കോട് ഹെഡ് പോസ്റ്റ് ഓഫീസ്. SSC CGL എക്സാം വഴി പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് ജോലിയിൽ പ്രവേശിക്കുന്നവർ വർക്ക് ചെയ്യുന്ന ഓഫീസാണ്. മാത്രമല്ല CHSL എക്സാം വഴി പ്രവേശിക്കുന്ന LDC എന്ന് പറയുന്ന ലോവർ ഡിവിഷണറി ക്ലർക്ക് ജോലികളും ഇത്തരം ഓഫീസുകളിലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ആകാശവാണി എന്നൊക്കെ. ഇവിടെ വരുന്ന പല പോസ്റ്റുകളും SSCയുടെ തന്നെ CHSL MTS എക്സാമുകൾ ക്രാക്ക് ചെയ്തുകൊണ്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇത്തരം ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്ട്രിയുടെ EPF ഓഫീസിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വരുന്ന നിരവധി പോസ്റ്റുകൾ ലോവർ ഡിവിഷണറി ക്ലർക്ക്, UDC, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ പല ജോലികളിലേക്കും പ്രവേശിക്കുവാനായിട്ട് SSC CGL CHSL MTS പോലെയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് എഴുതാം. വിദേശകാര്യ മന്ത്രാലയം, അതെ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതിന്റെ ഒരു ഓഫീസായിട്ടുള്ള പാസ്പോർട്ട് ഓഫീസിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വരുന്ന ഗ്രൂപ്പ് C പോസ്റ്റുകളായിട്ടുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, JSA, LDC തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കേണ്ട എക്സാമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC. ഇതൊക്കെയാണ് കോഴിക്കോട് മാത്രമുള്ള ചില സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകൾ എന്ന് പറയുന്നത്. ഇത്തരം ഒരുപാട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ് കേരളത്തിലുടനീളം പല ജില്ലകളിലുമായിട്ട് കിടക്കുന്നത്. സോ ഇത്തരം സ്ഥാപനങ്ങളിൽ വിവിധ തരം ജോലികൾ കിട്ടുവാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ട എക്സാമുകളാണ് SSC CGL CHSL MTS എക്സാമുകൾ. CGL എന്ന് പറയുന്നത് നമുക്കറിയാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. ഗ്രാജുവേഷൻ ആണ് അതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. CHSL ആണെങ്കിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ്. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. MTS ആണെങ്കിൽ 10ാം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. ഇത്തരം എക്സാമുകൾ ക്ലിയർ ചെയ്യാനായിട്ട് സൈലം SSCയുടെ ഓഫ്ലൈൻ, ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാണ്. നിലവിൽ തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് സൈലം ക്യാമ്പസുകളിലാണ് SSCയുടെ ഓഫ്ലൈൻ ക്ലാസുകൾ റൺ ചെയ്യുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സൈലം ക്യാമ്പസുകളിലും SSCയുടെ കോച്ചിങ്ങുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾ ഇതിന്റെ ഓൺലൈൻ കോഴ്സുകളാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ജോയിൻ വിത്ത് us and crack your exams.